ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിഫിൻ ബോക്സ് റെസിപ്പീസുമായിട്ടാണ്. സ്കൂളെല്ലാം തുറക്കാനായില്ലേ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള 6 ടിഫിൻ ബോക്സ് റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ്. ഞാൻ 3 ഉരുളക്കിഴങ്ങ് 3 വിസിൽ വരെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഉടച്ചെടുക്കുക. അപ്പം ഞാനിപ്പം കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ, എന്താ പറയുക, കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 3 ചെറിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഉടച്ചെടുക്കലാണ്. കോൺഫ്ലോർ 1/2 കപ്പ്, 6 1 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക കേട്ടോ. 6 ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഈ കോൺഫ്ലോർ ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ആക്കുമ്പോൾ നല്ലോണം സോഫ്റ്റായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചൊന്ന് ഹാർഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ കൈ വെച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കലാണ്, കുഴച്ചെടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ കയ്യിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ടിൽ ഓരോരോ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മൊസറല്ല ചീസും കൂടി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. പക്ഷേ ചീസും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിക്ക്. ഞാനൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് ചെയ്തെടുക്കലാണ്. എത്ര കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കും കേട്ടോ. കാര്യം പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസ്, പൊട്ടാറ്റോ ഐറ്റംസിനോടെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ എന്തായാലും കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ ഇതാ ഞാൻ കട്ട്ലറ്റെല്ലാം ചെയ്യുന്ന പോലെ ചെയ്തെടുക്കലാണ്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് ഫ്രൈ ആക്കി വെച്ച ചിക്കനും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇതിങ്ങനെ മാത്രം കഴിക്കാനും അടിപൊളിയാണ്. ഇത് രാവിലെ നമുക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് ചീസെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികളുടെ ടിഫിൻ ബോക്സ് റെസിപ്പി, എന്താ പറയുക, കുട്ടികളുടെ ടിഫിൻ ബോക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അധികം പണിയൊന്നും വേണ്ട. എന്നാലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമായും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസും ആണല്ലോ. ഇതാ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പം 8 എണ്ണം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ബട്ടറിലാണ് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. 1 സ്പൂണ് ബട്ടറിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ബട്ടർ മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ കുറച്ച് അധികമായി പോയിട്ടുണ്ടായിനി. ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. കുറച്ച് മാത്രം മതി, ഇത്രയൊന്നും ബട്ടറും ഓയിലൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ 2 ഭാഗവും ഒരുപോലെ ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം 2 ഭാഗവും നല്ല കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് ചെയ്യട്ടോ. ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം കുക്കായിട്ട് വന്നത് തന്നെയല്ലേ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. അതിനാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഓയിൽ മാത്രം മതി. എൻ്റെ കയ്യിൽ കുറച്ച് ബട്ടർ അധികമായി പോയതാണ്. അപ്പോൾ ഇത് ഞാൻ ടിഫിനിലേക്ക് മാറ്റി കൊടുക്കലാണ്. ഇത് തണ്ണി കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായി കിട്ടും കേട്ടോ. നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഹാർഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ മുഹമ്മദിൻ്റെ കാര്യം അറിയാമല്ലോ, എന്താ പറയുക, എല്ലാ ഫുഡ് ഐറ്റംസും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ നിങ്ങൾ കുട്ടികളും ഫുഡൊന്നും കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ടിഫിൻ ബോക്സ് കൊണ്ടുപോയ പോലെ തിരിച്ചുകൊണ്ടുവരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കി കൊടുത്തോക്ക്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾ ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്യും, അവർക്ക് വേണ്ട ഐറ്റംസ് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ ബ്രൊക്കോളിയാണ് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിക്ക് വെച്ച് കൊടുത്ത്. കുട്ടികൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളോ എന്തെങ്കിലും ഫ്രൂട്ട് ഐറ്റംസ് വെച്ച് കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസാണ് കേട്ടോ. ഇത് ടിഫിൻ ബോക്സ് ആയിട്ടല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ ഉണ്ടായിന്. അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ടിഫിൻ ബോക്സ് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാൻ 1 കപ്പ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. വറുത്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കും ക്യാരറ്റും. ഒരു ചെറിയ പീസ് ക്യാരറ്റും ഒരു ചെറിയ പീസ് ക്യാപ്സിക്കും ഇതുപോലെ കട്ടാക്കിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം അധികം പുളിയില്ലാത്ത തൈര് വേണം. അപ്പം ഇതാ ഞാൻ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് 1 2 പച്ചമുളക്, നിങ്ങളെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. ഇതിലേ ഭയങ്കര ഈസി ആയിട്ട് രാവിലെ കുട്ടികൾക്ക് ടിഫിനിലേക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ട് നിൽക്കുന്ന ടൈം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ. ഇത് അധികം ചിന്തിക്കൊന്നും വേണ്ട. കുറച്ച് ഐറ്റംസ് ഉണ്ടെങ്കിൽ വേഗം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കടുക്, ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ ക്യുമിൻ സീഡ്, കായപ്പൊടി, കറിവേപ്പില,
പിന്നെ ഇതാ പൊട്ടുകടലയും ഉഴുന്നും എല്ലാം കുറച്ച് മാത്രം മതി കേട്ടോ. ഇതൊന്ന് കാച്ചി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാച്ചുന്നതൊന്നും കാണിക്കുന്നില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് എല്ലാ ഐറ്റംസും കാച്ചിയെടുക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, കടുകും ഞാൻ പറഞ്ഞ എല്ലാ ഐറ്റംസും. എന്നിട്ട് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ഞാൻ പൊട്ടിച്ചെടുക്കുന്നത് കാണിക്കാത്ത വറവിട്ടെടുക്കാമെന്ന് പറയും. കാണിക്കാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് വീഡിയോ കൂടുതൽ ലെങ്തി ആയും ചെയ്യും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലിൽ കടുകും എന്താ പറയുക പൊട്ടുകടലയും കറിവേപ്പിലയും കായപ്പൊടിയും എല്ലാം കൂടി പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു ടൈമിൽ. ഇനി നമുക്കില്ലേ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചായിട്ട് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതൊരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. കൂടി വന്നാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് എന്താ പറയുക വെന്ത് വരും. സാധാരണയില്ലേ രാവിലെ കുട്ടികൾക്ക് കറി ഉണ്ടാക്കി കൊടുക്കണം, അതിൻ്റെ കൂടെ അപ്പം ഉണ്ടാക്കി കൊടുക്കണം, എന്തെല്ലോ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പം ഇല്ലേ ഇതിലൊരു 15 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് എല്ലാം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. സംഭവം സിമ്പിളാണ് കേട്ടോ. കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാ കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക, വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വേർമിസെല്ലി വെച്ചിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം കുട്ടികൾ കാണുമ്പോൾ എന്തായാലും കഴിക്കാൻ തോന്നും കേട്ടോ. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. കാര്യം നമ്മൾ കടുകും പൊട്ടുകടലയും ഉഴുന്നും എല്ലാം പൊട്ടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സ് ഓപ്ഷനാണ് കേട്ടോ. ടിഫിൻ ബോക്സ് റെസിപ്പിയാണ്. നമുക്ക് കുട്ടികളുടെ എന്താ പറയുക വെജിസും കാര്യങ്ങളൊന്നും കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിനാൽ കഴിക്കും. ഞാൻ കുറച്ച് ഗ്രീൻ ചട്നിയും പിന്നെ ഒരു പേടയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാൻ ഞാനിപ്പം വീഡിയോക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ടിഫിൻ ബോക്സും റെഡിയായി. ഇതും നിങ്ങൾ ട്രൈ ആക്കി നോക്കി. ഇത് ടിഫിൻ ബോക്സ് റെസിപ്പി ആയിട്ട് മാത്രമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ മൂന്നാമത്തത് നോക്കാം. ഞാനിപ്പോൾ ഇതാ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഏത് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. 1 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കില്ലേ 1/2 കപ്പോളം റവ ചേർത്ത് കൊടുക്കുക. നിങ്ങളതിൽ അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക അവിലുണ്ടാവില്ലേ, വെള്ള അവിലുണ്ടാവില്ലേ, അതെടുത്താലും മതി കേട്ടോ 1 കപ്പ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എന്താ പറയുക എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അവിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 1/2 കപ്പോളം തൈര് ഒഴിച്ച് കൊടുക്കുക. പിന്നെ എന്താ പറയുക തൈരിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയും കുറച്ചെല്ലാം എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കില്ലേ ഞാൻ പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിയെല്ലാം കുഴച്ചെടുക്കില്ലേ അതുപോലെ. കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക്. ഇല്ലാന്നെങ്കിൽ എന്താ പറയുക ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ പുളിയായിപ്പോവും. അപ്പോൾ ഇതാ ഞാനെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കയ്യിൽ കുറച്ച് ഓയിലും കൂടി തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പെല്ലാം നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതാ ഓരോരോ ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി എടുക്കലാന്ന്. നമ്മൾ കക്കറോട്ടിയെല്ലാം ചെയ്യൂലേ അതുപോലെ ഇതാ ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി എടുക്കലാണ്. ഇതാ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതും നമുക്ക് രാവിലെ എണീച്ചിട്ട് കുറച്ച് അരിപ്പൊടിയും റവയെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്കൊരു 15 മിനിറ്റ് കൊണ്ടെല്ലാം ഉണ്ടാക്കി 10-15 മിനിറ്റ് കൊണ്ടെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. 5-6-7 മിനിറ്റോളം വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് വെന്ത് വരും. സ്റ്റീം ചെയ്തെടുക്കലാണ് കേട്ടോ. ഞാൻ മൊത്തത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5-6 മിനിറ്റോളം ഒരു 10 മിനിറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ വേവിച്ചെടുക്കാം കേട്ടോ. സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക്, പൊട്ടുകടല, ഉഴുന്ന് ഇതെല്ലാം കൂടി പൊട്ടിച്ചെടുക്കുക. ഇതെല്ലാം കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്കില്ലേ റെഡ് ചില്ലി ഫ്ലേക്സ്, കായപ്പൊടി, പിന്നെന്താ കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ മുളക് പൊടി ഇട്ടെടുക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു ബോൾസില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്കെല്ലാം ആ ഒരു മുളകും ഓയിലെല്ലാം പിടിക്കുന്ന രീതിയിൽ ഒന്ന് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കുക കേട്ടോ.
അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അടുത്ത ടിഫിൻ ബോക്സ് എന്താ പറയുക, മൂന്നാമത്തെ ടിഫിൻ ബോക്സ് റെഡിയായി. ഇത് ടിഫിൻ ബോക്സ് ആയിട്ട് മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും എല്ലാം പെട്ടെന്ന് കുക്കാക്കി എടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. നല്ല ടേസ്റ്റും അതുപോലെ അടിപൊളി സ്മെല്ലുമാണ് കേട്ടോ. കാര്യം ഇത്ര ഐറ്റംസ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു കല്ലുമ്മക്കായൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതും കൂടി ഞാൻ ടിഫിനിലേക്ക് മാറ്റി കൊടുക്കലാണ്. ഞാൻ ഗ്രീൻ ചട്നിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പം ഒരു ഭംഗിക്ക് വേണ്ടിക്ക് അങ്ങനെ വെച്ച് കൊടുത്തു മാത്രം. ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഒരു പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, തൈര് എല്ലാം കൂടി അരച്ചെടുക്കുന്നതാണ്. കുറച്ച് എരിവെല്ലാം ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലേ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. ടിഫിൻ ബോക്സ് കൊണ്ടുപോയ പോലെ തിരിച്ചു വരുന്നതെന്ന് ചില പാരൻസ് പറയുന്നേക്കാം. ഈസി ടിഫിൻ ബോക്സ് റെസിപ്പീസ് പറയണ ഇർഫാനാന്നും പറയലുണ്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്ക്. ഇനിയിപ്പോൾ അടുത്തത് കുഞ്ഞ് പാൻ കേക്കാണ് കേട്ടോ. മിനി പാൻ കേക്ക് റെസിപ്പിയാണ്. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് മാത്രമൊന്നും ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പഞ്ചസാരയും മുട്ടയും കൂടി പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ നല്ലോണം മിക്സാക്കി എടുക്കണം. ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കല്ലേ. എന്നിട്ട് എല്ലാം കൂടി ഈ ഒരു പഞ്ചസാര നല്ലോണം മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലോണം അലിഞ്ഞ് വരണം കേട്ടോ പഞ്ചസാര. ഈ ഒരു അളവിൽ തന്നെ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാലും നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ 2-3 കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി പകുതി മൈദ പകുതി ആട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂണോളം വാനില എസൻസും 1/4 കപ്പോളം പാലും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം മൈദ നിങ്ങൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് പാലും മുട്ടേൻ്റെ അളവെല്ലാം കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ഞാൻ മിക്സാക്കി എടുക്കാം. നന്നായി ലൂസായിട്ടും വേണ്ട, നല്ല തിക്കായിട്ടും വേണ്ട. നമ്മൾ കേക്കെല്ലാം ചെയ്യൂലേ അതിൻ്റെ ഒരു തിക്നെസ്സിൽ, കേക്കിൻ്റെ ബാറ്ററെല്ലാം ചെയ്യൂലേ അതിൻ്റെ ഒരു തിക്നെസ്സിൽ വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിക്ക്. എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. നിങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലേ ഇതുപോലെ ഒരുപാട് ടിഫിൻ ബോക്സ് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ ടിഫിൻ ബോക്സ് റെസിപ്പീസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കുക. ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. കൂടുതൽ തീ കൂട്ടി വെക്കണ്ട. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കലാണ്. നമ്മളിപ്പം കുഞ്ഞു പാൻ കേക്കല്ലേ റെഡിയാക്കുന്നത്. ഇതുപോലെ വലിയ പാൻ കേക്കിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇർഫാന ഷംഷീർ പാൻ കേക്ക് റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പാൻ കേക്കിനുള്ളിൽ ക്രീമെല്ലാം ഫില്ലാക്കിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിന്, കണ്ടോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടച്ചു വെക്കലാണ്. നല്ലോണം ബബിൾസ് എല്ലാം നല്ലോണം ഹോൾസ് എല്ലാം വരും കേട്ടോ. ആ ഒരു ടൈമിൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും കേട്ടോ. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ലോണം ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞു പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലും നിങ്ങൾക്ക് മൈദ വേണ്ടെന്നുണ്ടെങ്കിൽ അര കപ്പ് മൈദയും 1/2 കപ്പ് ആട്ടപ്പൊടിയും വെച്ച് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്സ് പൊടിച്ചിട്ട് അത് വെച്ചിട്ടും ചെയ്തെടുക്കുക കേട്ടോ. ഓട്സ് പൊടിച്ചിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പയം റോബസ്റ്റ പായലിട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അടിപൊളി തന്നെ ആയിരിക്കും. ഞാൻ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹണി വെച്ചിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കുക. ഇതിന് മുകളിൽ ഹണി ഒഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ന്യൂട്ടെല്ല, അല്ലാന്നുണ്ടെങ്കിൽ ക്രീം ചീസ്, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സ്പ്രെഡ് ഉണ്ടാവില്ലേ പിസ്താഷ്യൂവിൻ്റെ, അതുപോലെ തന്നെ പീനട്ട്, അങ്ങനത്തെ എല്ലാം ഐറ്റംസ് വെച്ചിട്ട് ഇത് കുട്ടികൾക്ക് കൊടുത്തതിനാൽ അവർ കഴിച്ചോളും കേട്ടോ. ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കലാണ്. ഇപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിക്ക് ഞാൻ മാങ്ങയാണ് കട്ടാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കുക.
എന്താ പറയുക സ്ട്രോബെറിയോ അല്ലാന്നുണ്ടെങ്കിൽ പഴം അങ്ങനെ എന്തും എടുക്കുക. പക്ഷേ ഇങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒന്ന് കളർഫുൾ ആയിട്ടെല്ലാം കൊടുക്കുമ്പം കുട്ടികൾക്ക് സ്കൂളിൽ പോയി ടിഫിൻ ബോക്സ് എല്ലാം ഓപ്പൺ ആക്കുമ്പോൾ അത് കഴിക്കാനുള്ള ഒരു എന്താ പറയുക ടെൻഡൻസി ഉണ്ടാവും കേട്ടോ. ഒരു കഴിക്കാൻ തോന്നും കാണുമ്പം തന്നെ. അപ്പോൾ ഇങ്ങനെയെല്ലാം ഒന്ന് ഭംഗിയായിട്ടെല്ലാം കുട്ടികളുടെ ടിഫിൻ ബോക്സ് ഒരുക്കി കഴിഞ്ഞാൽ അവർ ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികളുണ്ടാവും, വെജിസ് കഴിക്കാത്ത കുട്ടികളുണ്ടാവും, എല്ലാം അവർ കഴിക്കും കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ടിഫിൻ ബോക്സ് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ടെല്ലാം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. പിന്നെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൈദക്ക് പകരം ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓട്സ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. പക്ഷേ ഈ മൈദനെ കൊണ്ട് ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ട് ആട്ടപ്പൊടി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഓട്സ് പൊടിച്ചിട്ടോ ചെയ്യാൻ പറ്റില്ല അങ്ങനെ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഏത് കുട്ടികളാണെന്നല്ലേ കഴിക്കാണ്ടിരിക്കുക. നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അടിപൊളി ഐറ്റം അല്ലേ. അങ്ങനെ ഇനിയിപ്പില്ലേ അടുത്ത ടിഫിൻ ബോക്സ് റെസിപ്പിയിലേക്ക് പോവാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കില്ലേ ബട്ടർ, ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം 1/2 കപ്പ് റൈസിനാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. നിങ്ങളെ വീട്ടിൽ കുറച്ച് കുട്ടികൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരി വരെ എടുക്കുക. ഇനി ഇതാ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിൻ്റെ ഒരു സ്മെല്ല് വരുന്ന ടൈമിൽ ഇതിലേക്ക് ചെറിയ പീസ് ക്യാരറ്റ് കട്ടാക്കിയത്, പിന്നെ ഇതാ ബേബി കോണില്ലേ ഒന്ന് കട്ടാക്കിയെടുത്തത്, പിന്നെ ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ടാക്കിയെടുത്തത്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം. ബേബി കോൺ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, കോൺ എടുത്താലും മതി, സാധാ കോൺ എടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി ഹൈ ഫ്ലെയിമിലൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ഉപ്പ് ചേർക്കാണ്ട് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ പീസ് മതി, ഒന്നും മുഴുവനായിട്ട് വേണ്ട. കാര്യം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലേ ഉണ്ടാക്കുന്നത്, ഉപ്പ് കൂടിപ്പോവും ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടില്ലേ എന്താ പറയുക ഈ വെജീസ് ഒന്ന് കുക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ ഞാൻ ചിക്കൻ സ്റ്റോക്കിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കില്ലേ വേവിച്ചിട്ട് ഊറ്റി വെച്ച റൈസും കൂടി ഇട്ട് കൊടുക്കലാണ്. റൈസ് വേവിക്കാനല്ലേ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ഞാനിപ്പം ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ ബിരിയാണി വെക്കുന്ന റൈസില്ലേ അത് നെയ്ച്ചോറുണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ഇതിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കാത്ത റൈസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാ കുക്ക് ചെയ്യൂലേ 1 പോട്ട് റൈസ് എല്ലാം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കലാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ചിക്കൻ സ്റ്റോക്കിൻ്റെ ആ ഒരു പൗഡറില്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട്. നിങ്ങളതിൽ ചിക്കൻ സ്റ്റോക്കാന്നുള്ളതെങ്കിൽ നമ്മൾ നേരത്തെ വെജീസ് എല്ലാം കുക്കാക്കി എടുത്തിട്ടില്ല ആ ഒരു ടൈം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഫുള്ളായിട്ട് വേണ്ട, ചെറിയ പീസ് ഒരു സ്മെല്ലിന് വേണ്ടിക്ക് മാത്രം. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടില്ലേ ഒരു 2-3 മിനിറ്റ് കുക്കാക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബേബി കോണും ഉരുളക്കിഴങ്ങും എല്ലാം വെച്ചിട്ടുള്ള റൈസ് റെഡിയാവും. തലേദിവസത്തിൽ റൈസ് ഒന്ന് വേവിച്ചിട്ട് ഊറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അത്ര ഈസി ആയിട്ടുള്ള ഐറ്റംസാണ് ഞാനിപ്പം കാണിച്ചത് മൊത്തത്തിൽ. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റയിൽ നമ്മൾ വീണ്ടും ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിച്ച പാത്രങ്ങളിലെ ട്രെൻഡുകളുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ സ്റ്റോറി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഇടുന്ന സ്റ്റോറി എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡുകൾ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ എല്ലാ പാത്രങ്ങളുടെ ലിങ്കും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഗിവ് അവേയിൽ നിങ്ങൾ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടിയുണ്ട്. 5000 റുപ്പീസാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ റൂൾസും കാര്യങ്ങളെല്ലാം സ്റ്റോറിയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡെയിലി സ്റ്റോറി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ കൊടുക്കുന്ന ലിങ്കും കാര്യങ്ങളും എല്ലാം ഓപ്പൺ ആക്കിയിട്ട് അതിൽ 6 ലിങ്കെങ്കിലും നിങ്ങൾ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. വിന്നർ ഞാൻ സെലക്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ചോദിക്കും, അന്നേരം നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.